നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റേത്. യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി. സിന്ധുവും മക്കൾ അഹാനയും, ദിയ കൃഷ്ണയും, ഈശാനി കൃഷ്ണയും, ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തം വീട്ടിലേതെന്നതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം. മക്കളിൽ അഹാന മാത്രമാണ് സിനിമാ കരിയറായി തിരഞ്ഞെടുത്തത്. കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനം ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ. കൃത്യമായ ഇടവേളകളിൽ വ്ലോഗുകൾ സിന്ധു പങ്കിടും. മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെടും, വിശേഷങ്ങൾ പങ്കുവയ്ക്കും. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സിന്ധു കൃഷ്ണയുടെ പിതാവ് എസ് രംഗനാഥൻ അന്തരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെക്കാലമായി അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. അവസാന നാളുകളിൽ സിന്ധു അച്ഛന് എല്ലാവിധ പരിചരണങ്ങളും നൽകി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ അച്ഛന്റെ മരണശേഷം സിന്ധു ആദ്യമായി പങ്കുവച്ച വ്ലോഗ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. അച്ഛൻ മരിച്ച കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് സിന്ധു കൃഷ്ണ വ്ലോഗ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് കാരണമുണ്ടെന്ന് സിന്ധു പറയുന്നുമുണ്ട്. അച്ഛന്റെ അവസാന നിമിഷങ്ങളുള്ള വിഷ്വലുകൾ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അനാവശ്യമായ നെഗറ്റീവ് കമന്റുകൾ ഒഴിവാക്കണമെന്ന് സിന്ധു പറഞ്ഞു. അച്ഛന്റെ മരണത്തെക്കുറിച്ചും സിന്ധു കൃഷ്ണ സംസാരിച്ചു. ശനിയാഴ്ച ഡാഡിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ ECG എല്ലാം എടുത്തിരുന്നു. ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഞായറാഴ്ച ഡാഡി ഇവിടെ ഇരുന്ന് സിനിമ കണ്ട് ആസ്വദിക്കുന്ന വിഷ്വൽസ് ഡാഡിയുടെ ഹോം നേഴ്സ് ആദി അയച്ചു തന്നു. ഡാഡിയുടെ വിവരങ്ങളെല്ലാം പുള്ളി ഫോട്ടോ അയച്ചു തന്നുകൊണ്ടിരിക്കും. ഡാഡി വീണപ്പോഴും ഡ്രൈവർ വന്നപ്പോഴുമെല്ലാം ഡാഡി മരണപ്പെടുമെന്ന് കരുതിയില്ല. ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി അങ്ങോട്ട് ഡാഡിയുടെ ക്ലിപ്പുകൾ അധികം കാണില്ല എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു. വ്ലോഗിലെല്ലാം സജീവമായിരുന്ന രംഗനാഥൻ ഡാഡി ചെക്കപ്പിന് പോയതും നോക്കാനായി പുതിയ ഹോം നേഴ്സ് വന്നതും വീട്ടിലെ മറ്റ് വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം സിന്ധു പറഞ്ഞിരുന്നു. ട്രിപ്പിന് പോയാലും എത്ര തിരക്കിലായാലും ഡാഡിയുടെയും അമ്മയുടെയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാറുണ്ട് സിന്ധു. നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ വലിയ ടെൻഷൻ അവരെ ഓർത്താണെന്നും മകൾ പറഞ്ഞിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെയുണ്ട് ഡാഡിക്ക്. തന്നെ നടക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ. എപ്പോഴും കൂടെ ആളുണ്ടാവും. അമ്മയ്ക്കും സഹായത്തിന് ആളുണ്ട്. അവിടെ എപ്പോഴും ആളുകൾ വേണം. ഏജൻസികളിൽ നിന്നും ആളുകൾ വന്നാൽ ഇവരുമായി അവർ സെറ്റായെന്ന് കേൾക്കുമ്പോഴാണ് സമാധാനമെന്നും അവർ പറഞ്ഞിരുന്നു. ഡാഡിയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ സങ്കടത്തിലാണ് എല്ലാവരും. പൂർണ്ണ ഗർഭിണിയായതിനാൽ അപ്പൂപ്പനെ അവസാനമായി കാണാൻ പോലും പറ്റാത്തതിന്റെ വിഷമം തൻവി പങ്കുവച്ചിരുന്നു. അപ്പൂപ്പനെ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നു എന്നായിരുന്നു കൊച്ചുമക്കളെല്ലാം പറഞ്ഞത്. അപ്പൂപ്പനെ മാലാഖമാരെല്ലാം സ്വർഗത്തിൽ ഗ്രാൻഡായി സ്വാഗതം ചെയ്ത് കാണുമല്ലേ. അടുത്ത ജന്മത്തിൽ വീണ്ടും ഒന്നിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ദിയ കുറിച്ചത്. കല്യാണ സമയത്ത് അപ്പൂപ്പൻ ഡാൻസ് ചെയ്യുന്നതിനിടയിലെ ചിത്രവും കുറിപ്പിനൊപ്പം ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് ഫണ്ണിയസ്റ്റ് ആൻഡ് സില്ലിയസ്റ്റ് മാൻ എന്നായിരുന്നു തൻവിയുടെ കമന്റ്. കൊച്ചുമക്കളായിരുന്നു അന്ന് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തത്. ഇവരിപ്പോൾ നടക്കുമ്പോൾ വരെ പ്രാക്ടീസ് ആണെന്നായിരുന്നു അഹാന എന്ന് പറഞ്ഞത്. സ്റ്റേജിൽ വന്നൊരു ഡാൻസ് ഒക്കെ ചെയ്യാൻ പണ്ട് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴാണ് അത് സഫലമായതെന്നായിരുന്നു ഡാഡിയും അമ്മയും പറഞ്ഞത്. ഇനി കാത്തിരിക്കുന്നത് അഹാനയുടെ വിവാഹത്തിനാണ്. അങ്ങനെ എല്ലാവരും വിവാഹിതരാവട്ടെ, അതൊക്കെ കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും ഇരുവരും അന്ന് പറഞ്ഞിരുന്നു. അഹാന കല്യാണത്തിനുള്ള ഒരുക്കങ്ങളിലാണെന്ന വാർത്ത അടുത്തിടെയായിരുന്നു പുറത്തു വന്നത്. അതിനിടയിലാണ് ദുഃഖവാർത്തയും എത്തിയത്. ഇനിയുള്ള മക്കളുടെ വിവാഹം കൂടി കാണാനുള്ള ആഗ്രഹം നേരത്തെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അടുത്തത് ആരുടെ വിവാഹമാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പെട്ടെന്ന് സെറ്റിലായി കാണാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു മറുപടിയും. എന്നാൽ സിന്ധുവിന്റെ വീഡിയോ പുറത്തു വന്നതോടെ നിരവധി വിമർശനങ്ങളും ഉടലെടുക്കുകയാണ്. അച്ഛൻ മരിച്ചിട്ട് 5 ദിവസം പോലും പിന്നിടുന്നതിന് മുൻപാണ് സിന്ധു കൃഷ്ണ വ്ലോഗ് പങ്കുവച്ചിരിക്കുന്നത്. വ്ലോഗ് പങ്കുവയ്ക്കുവാൻ കാരണമുണ്ടെന്ന് സിന്ധു പറഞ്ഞു. അച്ഛന്റെ അവസാന നിമിഷങ്ങളുള്ള വിഷ്വലുകൾ ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അനാവശ്യമായ നെഗറ്റീവ് കമന്റുകൾ ഒഴിവാക്കണമെന്ന് സിന്ധു പറഞ്ഞിരുന്നു. എന്നാൽ റെഡിറ്റിൽ വലിയ വിമർശനമാണ് സിന്ധു കൃഷ്ണയ്ക്കും കുടുംബത്തിനും വരുന്നത്. അച്ഛന്റെ ദൃശ്യങ്ങൾ ഉള്ളതിനാലാണ് വീഡിയോ പങ്കുവയ്ക്കുന്നത് എന്ന് സിന്ധു പറഞ്ഞിരുന്നു. എന്നാൽ അച്ഛന്റെ വിഷ്വൽസ് പുറത്തുവിടേണ്ട കാര്യം എന്താണ്? അച്ഛൻ സെലിബ്രിറ്റി ആണോ എന്നാണ് റെഡിറ്റ് യൂസേഴ്സിന്റെ ചോദ്യം. അച്ഛന്റെ മരണശേഷം ഒരു ദിവസത്തിന് ശേഷം മകൾ വ്ലോഗ് എഡിറ്റ് ചെയ്ത് പങ്കുവയ്ക്കുന്നത് ആലോചിച്ചു നോക്കൂ. ഈ കുടുംബം എന്താണിങ്ങനെ? അഹാനയുടെ കല്യാണക്കാര്യം പറയുന്ന ഭാഗം വന്നു പോയതിനാൽ വീണ്ടും എഡിറ്റ് ചെയ്തതാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അച്ഛന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നാണ് ചോദ്യങ്ങൾ. അച്ഛന്റെ മരണത്തെക്കുറിച്ച് സിന്ധു കൃഷ്ണ വ്ലോഗിൽ സംസാരിച്ചു. ശനിയാഴ്ച ഡാഡിയെയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ ECG എല്ലാം എടുത്തിരുന്നുവെന്നും ഒരു കുഴപ്പവുമില്ല എന്നും പറഞ്ഞിരുന്നു.
ഞായറാഴ്ച ഡാഡി ഇവിടെ ഇരുന്ന് സിനിമ കണ്ട് ആസ്വദിക്കുന്ന വിഷ്വൽസ് ഡാഡിയുടെ ഹോം നേഴ്സ് ആദ്യം അയച്ചു തന്നിരുന്നുവെന്നും അവസാന നാളുകളിൽ സിന്ധു അച്ഛന് എല്ലാവിധ പരിചരണങ്ങളും നൽകി ഒപ്പമുണ്ടായിരുന്നു. ദിയാകൃഷ്ണയുടെ മകൻ ഓമിയെ കൊഞ്ചിക്കുന്ന അച്ഛന്റെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോയും സിന്ധു പങ്കുവച്ചിരുന്നു. തന്നെ എടുത്ത് നടക്കണമെന്ന് വാശി പിടിക്കുന്ന കുഞ്ഞ് ഓമിയോട് അപ്പൂപ്പൻ ഇപ്പോൾ പഴയതുപോലെ നടക്കാൻ വയ്യ, നിനക്ക് സഹായം വേണ്ടതുപോലെ അപ്പൂപ്പനും നടക്കാൻ മറ്റൊരാളുടെ സഹായം വേണമെന്ന് അദ്ദേഹം സ്നേഹത്തോടെ പറയുന്നതാണ് വീഡിയോയിലുള്ളത്. കൃഷ്ണകുമാർ കുടുംബത്തിലെ ആഘോഷങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു സിന്ധുവിന്റെ മാതാപിതാക്കൾ. കെ ഫാമിലിയുടെ വ്ലോഗുകളിലൂടെ പ്രേക്ഷകർക്കും സുപരിചിതരായിരുന്നു ഇരുവരും. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും വിശേഷങ്ങൾ പേരക്കുട്ടികളായ അഹാനയും ഇഷാനിയും ദിയയും ഹൻസികയും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട്. ഏറെക്കാലം മസ്കറ്റിലായിരുന്ന രംഗനാഥനും ഭാര്യയും പിൽക്കാലത്ത് തിരുവനന്തപുരത്തേക്ക് താമസം മാറുകയായിരുന്നു. പിതാവിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്ന അമ്മ സിന്ധു കൃഷ്ണ പങ്കുവച്ച പോസ്റ്റിൽ അധിക്ഷേപ കമന്റിട്ട പേരില്ലാത്ത വ്യാജന് അഹാന മറുപടി നൽകിയിരുന്നതും ശ്രദ്ധ നേടി. ഈ മരണം പോലും പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള പുതിയ കണ്ടന്റ് ആണെന്ന തരത്തിലായിരുന്നു ഇയാൾ അധിക്ഷേപിച്ചത്. ഈ കുടുംബം തന്നെ നാണം കെട്ടവരാണെന്നായിരുന്നു പേരില്ലാത്ത ഒരു വ്യാജൻ പ്രൊഫൈലിൽ നിന്നും വന്ന കമന്റ്. നിങ്ങളോട് നരകത്തിൽ പോകാൻ ആവശ്യപ്പെടില്ല, കാരണം നരകം പോലും അവരുടെ അംഗങ്ങളിൽ നിന്ന് ഒരു മിനിമം മാന്യത പ്രതീക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നായിരുന്നു വ്യാജൻ അഹാന നൽകിയ മറുപടി. എന്നാൽ സിന്ധു പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ഡാഡി എന്നെഴുതി ഹൃദയം തകർന്ന ഇമോജിയോടൊപ്പമാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. ഈ വീഡിയോയിൽ അഹാനയുടെ കമന്റിന് താഴെയാണ് വെറുപ്പ് നിറയ്ക്കുന്ന വാക്കുകളുമായി ഒരാൾ എത്തിയത്. വീഡിയോ ഉണ്ടാക്കാൻ ഒരു വിഷയം കിട്ടി, നാണമില്ലാത്തവർ. ഇപ്പോൾ നിങ്ങൾ പറയും അച്ഛൻ മരിച്ചു, 56 ദശലക്ഷം കാഴ്ചക്കാർ മുത്തച്ഛനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അടുത്ത ആള് വീഡിയോ അപ്ലോഡ് ചെയ്യും, അതിന് 1 മില്യൺ കാഴ്ചക്കാർ. ഇതായിരുന്നു കമന്റ്. കണ്ടന്റിന്റെ 5 കീടങ്ങൾ, പൈസയോട് ആർത്തിയുള്ള ജോലിയില്ലാത്ത ആളുകൾ. ഇങ്ങനെ ഒരു കമന്റും ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും എത്തിയിരുന്നു. അഹാനയും സിന്ധു കൃഷ്ണയും പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. വ്യാജനെ കടുത്ത രീതിയിൽ വിമർശിച്ചും പലരും കമന്റുകൾ ഇട്ടു. ഇത്രയും വെറുപ്പ് സൂക്ഷിക്കുന്ന ആളുകൾ ഈ ലോകത്ത് ഉണ്ടോ എന്നും എങ്ങനെയാണ് ഇതുപോലെ പറയാൻ കഴിയുന്നത് എന്നും ചിലർ ചോദിച്ചിരുന്നു. സിന്ധുവും കൃഷ്ണകുമാറുമാണ് രംഗനാഥന്റെയും ഭാര്യയുടെയും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും സംരക്ഷിച്ചിരുന്നതും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശാരീരിക അവശതകൾ രംഗനാഥനെ വല്ലാതെ അലട്ടിയിരുന്നു. അതിനാൽ തന്നെ ഭൂരിഭാഗം സമയങ്ങളിലും എന്തിന് ഇക്കഴിഞ്ഞ ഓണത്തിന് പോലും സിന്ധു അച്ഛനുമായി ആശുപത്രിയിലായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെയാണ് സിന്ധുവിന്റെ മാതാപിതാക്കളും താമസിക്കുന്നത്. ഏറെക്കാലം രംഗനാഥന് മസ്കറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. മക്കൾ വിവാഹിതരായി സെറ്റിലായി എന്ന് തോന്നിയ ശേഷമാണ് വിദേശത്തെ ജീവിതം അവസാനിപ്പിച്ച് രംഗനാഥനും ഭാര്യയും നാട്ടിൽ സ്ഥിരതാമസം തുടങ്ങിയത്. അച്ഛന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും തുടർച്ചയായ ആശുപത്രി സന്ദർശനങ്ങളെക്കുറിച്ചും ഒക്കെ അടുത്തിടെ ഒരു വ്ലോഗിൽ സിന്ധു സംസാരിച്ചിരുന്നു. വാർദ്ധക്യം വളരെ ബുദ്ധിമുട്ടേറിയ വേദന നൽകുന്ന ഒന്നാണ്. പണ്ട് ഡാഡി വളരെ സ്ട്രോങ് ആയ മനുഷ്യനായിരുന്നു, ആക്റ്റീവായിരുന്നു, ഒരുപാട് എനർജി ഉണ്ടായിരുന്നു. മസ്കറ്റിൽ പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ബിസിനസ് ആയിരുന്നു ഡാഡിക്ക്. എപ്പോഴും ആക്റ്റീവായി നടക്കുന്ന ഡാഡിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭാരമെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആ ഡാഡിയെ ഇപ്പോൾ അവശനായി കാണേണ്ടി വരുമ്പോൾ വിഷമം തോന്നുന്നു. ആരെങ്കിലും എപ്പോഴും ഒപ്പമുണ്ടാകണം. സ്ട്രോക്ക് വന്നതുകൊണ്ട് ബാലൻസ് പോകും. സർജറി ചെയ്തിരുന്നു, അതുകൊണ്ട് സ്വന്തമായി താടി ഷേവ് ചെയ്യാൻ പോലും കഴിയില്ല എന്നാണ് അടുത്തിടെ അച്ഛനെ കുറിച്ച് സംസാരിക്കവേ സിന്ധു പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.